ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ 10th മീൻസ് ഹോട്ട് ടോപ്പിക്കിൽ സമുദ്രജല പ്രവാഹം എന്ന ഏരിയ ആണ് റിവൈസ് ചെയ്യുന്നത്. സമുദ്രജല പ്രവാഹങ്ങൾ വളരെ ചെറിയ ടോപ്പിക് ആണെങ്കിലും ഈ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക എന്നുള്ളതാണ് കുറച്ച് പ്രയാസം. സമുദ്രജല പ്രവാഹങ്ങളുടെ പേരുകളൊക്കെ ഇന്ന് ഒരു കോഡിലൂടെയാണ് നമ്മൾ ഈ സമുദ്രജല പ്രവാഹങ്ങളൊക്കെ പഠിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം എന്താണ് സമുദ്രജല പ്രവാഹം എന്ന് നോക്കാം. ഒരു നിശ്ചിത ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള സമുദ്രജലത്തിന്റെ തുടർച്ചയായ പ്രവാഹത്തിനെയാണ് സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത്. ഒരു നിശ്ചിത ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള സമുദ്രജലത്തിന്റെ തുടർച്ചയായ പ്രവാഹമാണ് സമുദ്രജല പ്രവാഹം. ഈ സമുദ്രജല പ്രവാഹങ്ങൾ രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഉഷ്ണജല പ്രവാഹവും ശീതജല പ്രവാഹവും. രണ്ട് തരത്തിലുള്ള സമുദ്രജല പ്രവാഹങ്ങളുണ്ട്. ഉഷ്ണജല പ്രവാഹവും ശീതജല പ്രവാഹവും. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. ഓരോന്നും എന്താണെന്ന് പഠിക്കുന്നതിന് മുൻപ് മനസ്സിലോർത്ത് വെക്കേണ്ട പോയിന്റ് ഇങ്ങനെയാണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് എപ്പോഴും ചൂടായിരിക്കുമെന്ന് ആലോചിച്ച് വയ്ക്കുക. ഭൂമധ്യരേഖാ പ്രദേശം എന്നത് ഉഷ്ണമേഖലയാണ് എന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ ധ്രുവീയ മേഖല എന്ന് പറയുന്നത് എപ്പോഴും തണുപ്പുള്ള സ്ഥലമാണെന്നുള്ളതും ഓർമ്മയിൽ വയ്ക്കുക. അപ്പോൾ എന്താണ് ഉഷ്ണജല പ്രവാഹം എന്ന് നോക്കാം. ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹമാണ് ഉഷ്ണജല പ്രവാഹം. അതായത് ഉഷ്ണമേഖല, ഭൂമധ്യരേഖാ പ്രദേശം എന്ന് പറയുന്നത് എപ്പോഴും ഉഷ്ണമേഖലയാണ്. ഈ ഉഷ്ണമേഖലയിൽ നിന്ന് സഞ്ചരിച്ച് ധ്രുവീയ അല്ലെങ്കിൽ ഉപധ്രുവീയ മേഖലയിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹങ്ങളെയാണ് ഉഷ്ണജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ കാറ്റ്, അന്തരീക്ഷമർദ്ദവും കാറ്റും എന്ന ടോപ്പിക്ക് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, കാറ്റ് എവിടെ നിന്നാണോ ഉത്ഭവിക്കുന്നത് ആ ഉത്ഭവിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് വെച്ചിട്ടാണ് അതിനെ പറയുന്നതെന്ന്. അതുപോലെ തന്നെയാണ് ഉഷ്ണജല പ്രവാഹവും ശീതജല പ്രവാഹവും. എവിടെ നിന്നാണോ ഒഴുകുന്നത് അതനുസരിച്ചാണ് നമ്മൾ ഉഷ്ണമാണോ ശീതമാണോ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഉഷ്ണജല പ്രവാഹങ്ങൾ എന്താണെന്ന് ഒന്നുകൂടി നോക്കാം. അപ്പോൾ ഇത് ക്ലിയർ ആവും. എന്താണ്? ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ഉഷ്ണജല പ്രവാഹങ്ങൾ. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. ഇനി എന്താണ് ശീതജല പ്രവാഹം? ഇതിൻ്റെ നേരെ റിവേഴ്സാണ്. ധ്രുവീയ ഉപധ്രുവീയ മേഖലയിൽ നിന്ന് ഉഷ്ണമേഖലയിലേക്കോ ഉപോഷ്ണ മേഖലയിലേക്കോ ഒഴുകിയെത്തുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ശീതജല പ്രവാഹം. ധ്രുവീയ ഉപധ്രുവീയ മേഖലയിൽ നിന്ന് ഉഷ്ണമേഖലയിലേക്കോ ഉപോഷ്ണ മേഖലയിലേക്കോ ഒഴുകിയെത്തുന്ന സമുദ്രജല പ്രവാഹങ്ങളെയാണ് ശീതജല പ്രവാഹം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? സമുദ്രജല ലവണത്വം, താപനില എന്നിവ ഓരോ സമുദ്രത്തിലും വ്യത്യാസമാണ് അല്ലേ? സമുദ്രജലത്തിലെ ലവണത്വം അതുപോലെ താപനില എന്നിവ ഓരോ സമുദ്രത്തിലും വ്യത്യാസമാണ്. അപ്പോൾ ഈ വ്യത്യാസം സമുദ്രജലത്തിൻ്റെ സാന്ദ്രതാ വ്യത്യാസത്തിന് കാരണമാവുന്നുണ്ട്. പോയിന്റ് ഇതാണ്, സമുദ്രജലത്തിൻ്റെ സാന്ദ്രതാ വ്യത്യാസം ജലപ്രവാഹങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങളിൽ ഒന്നാണ്. പോയിന്റ് ഓർത്ത് വെക്കുക. സമുദ്രജലത്തിൻ്റെ സാന്ദ്രതാ വ്യത്യാസം ജലപ്രവാഹങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങളിൽ ഒന്നാണ്. ഇനി പസഫിക് സമുദ്രത്തിലെയും അറ്റ്ലാന്റിക് സമുദ്രത്തിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ശീതജല പ്രവാഹങ്ങളും ഉഷ്ണജല പ്രവാഹങ്ങളും നമുക്ക് പഠിക്കണം. കഴിയുന്നത്രയും കാര്യങ്ങൾ കോഡിലൂടെ നമ്മൾ ഉൾപ്പെടുത്തി പഠിക്കുന്നതാണ്. ഇനി നമുക്ക് പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഈ ജലപ്രവാഹങ്ങൾ പഠിക്കുമ്പോൾ ഉഷ്ണജല പ്രവാഹവും ശീതജല പ്രവാഹവും സെപ്പറേറ്റ് പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ ആദ്യം മനസ്സിലുറപ്പിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ദിശ ചേർത്ത് പറയുന്ന സമുദ്രജല പ്രവാഹങ്ങളുണ്ട്. ഉത്തരം, ദക്ഷിണം, പൂർവം, മധ്യം, അങ്ങനെ ആ രീതിയിൽ പറയുന്നതൊക്കെ ഈ പശ്ചിമം എന്ന ദിശ ഒഴിച്ച് ബാക്കിയുള്ള ദിശകളെല്ലാം വരുന്നത് ഈ ഉഷ്ണജല പ്രവാഹത്തിലാണ്. ക്ലിയർ ആയോ? പശ്ചിമവാത പ്രവാഹം എന്നത് മാത്രമാണ് ശീതജലത്തിൽ വരിക. ഓക്കെ, ശീതജല പ്രവാഹത്തിൽ വരുന്നത് പശ്ചിമം എന്ന ദിശ ചേർത്ത് പറയുന്ന പ്രവാഹം മാത്രമാണ്. ബാക്കിയുള്ള ദിശ ചേർത്ത് പറയുന്ന എല്ലാ പ്രവാഹങ്ങളും ഉഷ്ണജല പ്രവാഹമാണെന്ന് മനസ്സിലൂട്ടി ഉറപ്പിക്കുക. ഇതിൽ തന്നെ ഉത്തര മധ്യമേഖലാ പ്രവാഹവും മധ്യരേഖാ പ്രതിപ്രവാഹവും
ഉഷ്ണജല പ്രവാഹങ്ങളാണ്. അത് പസഫിക്കിലും അറ്റ്ലാന്റിക്കിലും ആണ് വരുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. പസഫിക്കിലെയും അറ്റ്ലാന്റിക്കിലെയും ഉഷ്ണജല പ്രവാഹങ്ങളാണ് കോമൺ ആയിട്ട് വരുന്നതാണ് ഉത്തര മധ്യമേഖലാ പ്രവാഹവും അതുപോലെ തന്നെ മധ്യരേഖ പ്രതിപ്രവാഹവും എന്നാലോചിച്ച് വയ്ക്കുക കേട്ടോ. ഇത് രണ്ടും. മറ്റൊരു പോയിന്റ്, പസഫിക് സമുദ്രത്തിലും അറ്റ്ലാന്റിക് സമുദ്രത്തിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും കോമൺ ആയിട്ടുള്ള ഒരു ഉഷ്ണജല പ്രവാഹമാണ് ദക്ഷിണ മധ്യരേഖാ പ്രവാഹം. ദക്ഷിണ മധ്യരേഖാ പ്രവാഹം എന്നുള്ളത് ഉഷ്ണജലപ്രവാഹമാണ്. അത് പസഫിക് സമുദ്രത്തിലും അറ്റ്ലാന്റിക് സമുദ്രത്തിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും കോമൺ ആയിട്ട് വരുന്നതാണ്. ഏതാണ്? ദക്ഷിണ മധ്യരേഖാ പ്രവാഹം. ദക്ഷിണ മധ്യരേഖാ പ്രവാഹം. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ ഒരു കോഡിലൂടെ പഠിക്കാം. കോഡ് ഇങ്ങനെയാണ്: അയ്യോ കുറെ കുളമ്പുള്ള വാദം വന്ന കാലികൾ പ്രസവിക്കുന്നത് പസഫിക് സമുദ്രത്തിലാണ്. എന്താണ്? അയ്യോ കുറെ കുളമ്പുള്ള വാദം വന്ന കാലികൾ പ്രസവിക്കുന്നത് പസഫിക് സമുദ്രത്തിലാണ്. നോക്കാം നമുക്ക്. അയ്യോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒയാഷിയോയുമായിട്ട് വേണം കണക്ട് ചെയ്യാൻ. കുറേ എന്ന് പറയുമ്പോൾ കുറേഷ്യോ. ഓക്കെ. കുളമ്പുള്ള എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് കൊളംബിയൻ പ്രവാഹമാണ്. വാദം വന്ന കാലികൾ അല്ലെ, വാദം എന്ന് പറയുമ്പോൾ പശ്ചിമവാദ പ്രവാഹമാണ്. കാലികൾ കാലിഫോർണിയ. പ്രസവിക്കുന്നത് പെറു. എവിടെയാണ്? പസഫിക് സമുദ്രം. പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ കുറേ കുളമ്പുള്ള എന്ന് പറയുന്ന കുറേഷ്യോയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് കൊളംബിയൻ പ്രവാഹവും, ഇത് രണ്ടും ഉഷ്ണജല പ്രവാഹങ്ങളാണ്. ബാക്കിയുള്ളതെല്ലാം അത് ഒയേഷ്യോ, പിന്നെന്താ പശ്ചിമവാദം, കാലിഫോർണിയ, പെറു, ഇതെല്ലാം ഏതാണ്? ശീതജല പ്രവാഹമാണെന്ന് കിട്ടുമല്ലോ. ക്ലിയർ ആയല്ലോ കോഡ്. പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹത്തിലേക്ക് വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. കുറേഷ്യോ പ്രവാഹവും ബ്രിട്ടീഷ് കൊളംബിയൻ പ്രവാഹവും. അതുകൂടാതെ പസഫിക് സമുദ്രത്തിലും അറ്റ്ലാന്റിക് സമുദ്രത്തിലും കോമൺ ആയിട്ട് വരുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ഉത്തര മധ്യമേഖലാ പ്രവാഹവും അതുപോലെ മധ്യരേഖാ പ്രതിപ്രവാഹവും. ഉത്തര മധ്യരേഖാ പ്രവാഹവും മധ്യരേഖാ പ്രതിപ്രവാഹവും പസഫിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങളിൽ കോമൺ ആയിട്ട് വരുന്ന ഉഷ്ണജല പ്രവാഹമാണ്. ചേർത്ത് പറയുന്ന സമുദ്രജല പ്രവാഹങ്ങളെല്ലാം പശ്ചിമം ഒഴിച്ച് ബാക്കിയെല്ലാം വരുന്നത് ഉഷ്ണജല പ്രവാഹങ്ങളിലാണ്. അപ്പോൾ നമ്മുടെ പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. കുറേഷ്യോ, ബ്രിട്ടീഷ് കൊളംബിയൻ പ്രവാഹം, ഉത്തര മധ്യമേഖലാ പ്രവാഹം, മധ്യരേഖാ പ്രതിപ്രവാഹം. ഇതുകൂടാതെ ഉത്തര പസഫിക് പ്രവാഹം, പൂർവ ഓസ്ട്രേലിയൻ പ്രവാഹം, ദക്ഷിണ മധ്യരേഖാ പ്രവാഹം എന്നിവ കൂടി ഉണ്ടെന്ന് ഓർത്തു വയ്ക്കുക. ഈ ദക്ഷിണ മധ്യരേഖാ പ്രവാഹം എന്ന് പറയുമ്പോൾ അത് എവിടെ ആവർത്തിച്ചു വരുന്നതാണ്? ദക്ഷിണ മധ്യരേഖാ പ്രവാഹം ഈ 3 സമുദ്രങ്ങളിലുള്ളതാണ്. പസഫിക് സമുദ്രത്തിലും അറ്റ്ലാന്റിക് സമുദ്രത്തിലും അതുപോലെ ഉഷ്ണജല പ്രവാഹമായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലും വരുന്നതാണ് ദക്ഷിണ മധ്യരേഖാ പ്രവാഹം എന്നുള്ളത്. ഇങ്ങനെ കോമൺ ആയിട്ട് വരുന്നത് ചോദിക്കാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്നതാണ് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കാറ്. ഫോർ എക്സാമ്പിൾ, ഒയാഷിയോ പ്രവാഹം ഏത് സമുദ്രത്തിലെ ജലപ്രവാഹമാണ് എന്ന് ചോദിക്കും. അപ്പോൾ ഏതാണ്? ശീതജല പ്രവാഹമാണ്, പസഫിക് സമുദ്രത്തിലേതാണ്. ഈ രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കാറ്. പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ശീതജല പ്രവാഹവും ഉഷ്ണജല പ്രവാഹവും. അതുപോലെ കോഡ് ഓർത്ത് വെക്കുക. എന്താണ് കോഡ്? ഒരിക്കൽ കൂടി നോക്കാം. അയ്യോ കുറെ കുളമ്പുള്ള വാദം വന്ന കാലികൾ പ്രസവിക്കുന്നത് പസഫിക് സമുദ്രത്തിലാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ കോഡ്. ഇനി നമുക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ പഠിക്കാം. വളരെ രസകരമായിട്ടുള്ള ഒരു കോഡിലൂടെയാണ് നമ്മളിത് പഠിക്കുന്നത്. കോഡ് ആദ്യം ഒന്ന് പറയാം. അപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്ത് കാണാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ഗൾഫുകാരൻ തിരിച്ച് അയാളുടെ നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അയാളെ കാത്ത് ഒരു ഫ്ലവർ കൈ പിടിച്ചിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. ഓക്കെ, അയാളെ കാത്ത് ഫ്ലവർ. എന്താണ് ആ ഫ്ലവറിൻ്റെ പ്രത്യേകത? അതിൻ്റെ അറ്റത്ത് ജസ്റ്റ് ഇങ്ങനെ സീൽ ചെയ്തിട്ടുണ്ട്. സെല്ലോ ടൈപ്പൊക്കെ വെച്ച് സീൽ ചെയ്യുമല്ലോ, അതുപോലെ സീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ കാത്തു നിൽക്കുന്ന ആൾ ഒരു ഡോറിനോട് ചേർന്നാണ് നിൽക്കുന്നത്. ഡോറിനോട് ചേർന്ന് അയാളെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷേ നോട്ടം മുഴുവൻ എവിടേക്കാ? ഇയാൾ കൊണ്ടുവന്ന ബാഗിലേക്കാണ്. ഇത്രേ ഉള്ളൂ കോഡ്. ക്ലിയർ ആയല്ലോ? ആ ഇമേജ് നിങ്ങളുടെ മനസ്സിൽ വന്നല്ലോ. അപ്പോൾ കോഡ് ഒന്നുകൂടെ പറയാം. ഗൾഫുകാരനെ കാത്ത് അറ്റത്ത് സീല് ചെയ്ത ഫ്ലവറുമായി ഡോറിൽ കാണാൻ നിന്നു. നോട്ടം ബാഗിലാണെന്ന് മാത്രം. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് നോക്കാം.
ഗൾഫുകാരനെ അല്ലേ, അപ്പോൾ ഗൾഫ് സ്ട്രീം പ്രവാഹമാണ് ഉദ്ദേശിക്കുന്നത്. ഗൾഫ് സ്ട്രീം പ്രവാഹം, ഗൾഫുകാരനെ കാത്ത് അറ്റത്ത് എന്ന് പറയുമ്പം ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം. സീല് ചെയ്ത അല്ലേ, ബ്രസീൽ പ്രവാഹം. സീൽ ചെയ്ത് എന്തുമായിട്ടാ? ഫ്ലവറുമായിട്ടാ, ഫ്ലോറിഡ പ്രവാഹം. അപ്പോൾ ഈ ഫ്ലോറിഡ പ്രവാഹം വരെയുള്ള കാര്യങ്ങൾ ഉഷ്ണജല പ്രവാഹത്തിൽ വരും. ഇനി അതിൻ്റെ ബാക്കി ഡോറിലാണ് കാണാൻ നിന്നത്. ലാബ്രഡോർ, ഡോറിൽ എന്താ ചെയ്തത്? കാണാൻ നിന്നു. കാനറീസ് പ്രവാഹം. നോട്ടം എവിടെയാ? അയാൾ കൊണ്ടുവന്ന ബാഗിൽ. ബംഗ്വേല പ്രവാഹം. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ 3 ശീതജല പ്രവാഹമാണ്. കോഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി നമുക്ക് ഒന്നുകൂടി നോക്കാം. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹങ്ങളാണ് ലാബ്രഡോർ പ്രവാഹം, കാനറീസ് പ്രവാഹം, ബംഗ്വേല പ്രവാഹം. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പശ്ചിമവാത പ്രവാഹങ്ങൾ 3 സമുദ്രത്തിലും കോമൺ ആയിട്ട് ശീതജല പ്രവാഹത്തിൽ വരുന്നതാണെന്ന്. ക്ലിയർ ആയല്ലോ ശീതജല പ്രവാഹം. ഇനി അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ഗൾഫ് സ്ട്രീം പ്രവാഹം പറഞ്ഞു, പിന്നെ ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം പറഞ്ഞു, ബ്രസീൽ പ്രവാഹം പറഞ്ഞു, ഫ്ലോറിഡ പ്രവാഹം പറഞ്ഞു അല്ലേ. ഇനി അതുകൂടാതെ കോമൺ ആയിട്ട് വരുന്ന 2 കാര്യങ്ങൾ ഓൾറെഡി പഠിച്ചു, പസഫിക്കിലും അറ്റ്ലാന്റിക്കിലും. അത് ഏതൊക്കെയാണ്? ഉത്തര മധ്യരേഖാ പ്രവാഹവും മധ്യരേഖാ പ്രതിപ്രവാഹവും. പിന്നെ 3 കോമൺ ആയിട്ട് വരുന്നത് പസഫിക്കിലും അറ്റ്ലാന്റിക്കിലും ഇന്ത്യൻ സമുദ്രത്തിലും കോമൺ ആയി വരുന്ന ദക്ഷിണ മധ്യരേഖാ പ്രവാഹവും അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹത്തിൽ വരുന്നു. അപ്പോൾ ഇതോടുകൂടി അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങളും കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങളാണ്. ഇവിടെ നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ആദ്യം നമുക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശീതജല പ്രവാഹം ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതാണ്? പശ്ചിമം എന്ന വാക്ക് കേട്ടാൽ ഓർത്തോളണം, അത് ശീതജല പ്രവാഹമാണ്. അപ്പോൾ പശ്ചിമവാത പ്രവാഹവും അതുകൂടാതെ പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹവും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹമാണെന്ന് ഓർത്തു വയ്ക്കുക. പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹവും പശ്ചിമവാത പ്രവാഹവും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങളാണ്. ഇത് 2 അല്ലേ ഉള്ളൂ, ഇതിന് കോഡൊന്നും ആവശ്യമില്ല. ഇനി അടുത്തത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹം ഏതൊക്കെയാണെന്ന് നോക്കാം. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ദക്ഷിണ മധ്യരേഖാ പ്രവാഹം ഈ 3 സമുദ്രത്തിലുള്ളതാണ്, കോമൺ ആണ്. അതുകൂടാതെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹവും അഗുൽഹാസ് പ്രവാഹം ഉഷ്ണജല പ്രവാഹമാണ്, ഇന്ത്യൻ മഹാസമുദ്രത്തിലേതാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹങ്ങളാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹം, ദക്ഷിണ മധ്യരേഖാ പ്രവാഹം, അഗുൽഹാസ് പ്രവാഹം. ഈ അഗുൽഹാസ് പ്രവാഹം PSCയുടെ PYQ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ശീതജല പ്രവാഹങ്ങളാണ് പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം, പശ്ചിമവാത പ്രവാഹം. ഇതോടുകൂടി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങളും നമ്മൾ പഠിച്ചു. ഇത്രയേ ഉള്ളൂ. നമ്മൾ മനസ്സിരുത്തി ഒന്ന് പഠിച്ചാൽ കോഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് കണക്റ്റ് ആക്കി എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഒരുപാട് അല്ലാതെ നമ്മൾ ബൈഹേർട്ട് ചെയ്ത് പഠിച്ചാൽ എത്ര നമ്മുടെ ഓർമ്മയിൽ നിൽക്കില്ല. കോഡാണെങ്കിൽ അത് നമ്മൾ കണക്ട് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അടുത്തത് സമുദ്രജല പ്രവാഹങ്ങളുടെ ഫലങ്ങൾ എന്തൊക്കെയാണ്? 3 പോയിന്റ്സ് ആണ് SCERTയിലുള്ളത്, അത് 3 പഠിച്ചിരിക്കുക. ഫസ്റ്റ് പോയിന്റ്, സമുദ്രതീര പ്രദേശങ്ങളിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. സമുദ്രതീര പ്രദേശങ്ങളിലെ കാലാവസ്ഥയെ ഈ സമുദ്രജല പ്രവാഹങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ ശീത ജലപ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മൂടൽ മഞ്ഞുണ്ടാകുന്നുണ്ട്. ഉഷ്ണശീത ജലപ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മൂടൽ മഞ്ഞുണ്ടാകുന്നുണ്ട്. തേർഡ് പോയിന്റ്, ഉഷ്ണശീതജല പ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്താണ്? ഉഷ്ണശീതജല പ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഗ്രാൻഡ് ബാങ്ക്സ്. എന്താണ് ഗ്രാൻഡ് ബാങ്ക്സ്? നമുക്ക് നോക്കാം. ലോകത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഗ്രാൻഡ് ബാങ്ക്സ്. എന്താണ്? ലോകത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഗ്രാൻഡ് ബാങ്ക്സ്. വടക്കേ അമേരിക്കയുടെ കിഴക്ക് ന്യൂ ഫൗണ്ട്ലാൻഡിന്റെ തീരത്താണ് ഗ്രാൻഡ് ബാങ്ക്സ് സ്ഥിതി ചെയ്യുന്നത്. വടക്കേ അമേരിക്കയുടെ കിഴക്ക് ന്യൂ ഫൗണ്ട്ലാൻഡിന്റെ തീരത്താണ് ഗ്രാൻഡ് ബാങ്ക്സ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്ത പോയിന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ്. ഗൾഫ് സ്ട്രീം ഉഷ്ണജല പ്രവാഹവും ലാബ്രഡോർ ശീതജല പ്രവാഹവും സന്ധിക്കുന്നതിനാൽ ഇവിടെ മത്സ്യവളർച്ചയ്ക്ക് ആവശ്യമായ സാഹചര്യം രൂപപ്പെടുന്നു. നമ്മൾ സമുദ്രജല പ്രവാഹങ്ങളുടെ ഫലങ്ങൾ പഠിച്ചപ്പോൾ അവിടെ പറഞ്ഞു ഉഷ്ണശീതജല പ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന്. ഇവിടെ ഗൾഫ് സ്ട്രീം ഉഷ്ണജല പ്രവാഹവും ലാബ്രഡോർ ശീതജല പ്രവാഹവുമാണ് സന്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മത്സ്യ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സാഹചര്യം രൂപപ്പെടുന്നുണ്ട്. അടുത്ത പോയിന്റ് എന്താണ്?
ലാബ്രഡോർ പ്രവാഹം മത്സ്യാഹാരമായ പ്ലവകങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമായതിനാൽ ധാരാളം മത്സ്യങ്ങളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കുന്നു. ഓക്കെ, ഈ 3 പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാൻഡ് ബാങ്ക്സ് ആണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രം എന്ന് പറയുന്നത്. ഗൾഫ് സ്ട്രീം ജലപ്രവാഹവും ലാബ്രഡോർ ശീതജല പ്രവാഹവും സന്ധിക്കുന്നിടത്താണ് ഈ ഒരു ഗ്രാൻഡ് ബാങ്ക്സ് ഉള്ളത്. അതുപോലെ ലാബ്രഡോർ പ്രവാഹം എന്ന് പറയുന്നത് ശീതജല പ്രവാഹമാണ്. അവിടെ മത്സ്യാഹാരമായിട്ടുള്ള പ്ലവകങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമായതിനാൽ ധാരാളം മത്സ്യങ്ങളെ ആ ഒരു മേഖലയിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ഇത്രയുമാണ് നമുക്ക് സമുദ്രജല പ്രവാഹവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, എന്നാൽ ചെറിയൊരു ഏരിയ ആണ്. കോഡിലൂടെ പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. അഭിപ്രായങ്ങൾ കമൻസിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്താൻ വിട്ടുപോകരുതേ. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.